പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ കൊച്ചി രൂപതയുടെ തെക്കേ അറ്റത്തുള്ള ആലപ്പുഴ പൂങ്കാവ് പള്ളി ഇടവകാംഗമായ വലിയ വീട്ടിൽ അലക്സാണ്ടറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ കർത്താവ് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അദ്ദേഹത്തെ സ്പർശിക്കുകയും വ്യക്തിപരമായൊരു ജീസസ് എക്സ്പീരിയൻസ് അദ്ദേഹത്തെ വിവിധ രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കി. അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് വേണ്ടി പൂങ്കാവിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അലക്സാണ്ടറെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവീകരണകാലത്തിലെ ആദ്യകാലത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ചിറ്റപ്പനാണ് ആദ്യമായിട്ട് നവീകരണത്തിലേക്ക് വരികയും ഒരു വലിയ അനുഭവമുള്ള പ്രാർത്ഥനയാണെന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾക്കെല്ലാം പകർന്നു തരികയും ഞങ്ങളിവിടെ ഞങ്ങളുടെ ഈ വാർഡിൻ്റെ ഞങ്ങളുടെ ഏരിയകളിലെ എല്ലാവരെയും കൂട്ടിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തുമായിരുന്നു. അത് ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വലിയൊരു ദൈവാനുഭവമായിരുന്നു. അത് ചിറ്റപ്പനാണ് ആദ്യമായിട്ട് ഈ ഈശോ ഒരു അനുഭവം, അത് നല്ലൊരു അഭിഷേകമായിരുന്നു. ഭയങ്കര നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ചെറുപ്പം മുതൽ തന്നെ പള്ളിയിൽ പോവുകയും അപ്പച്ചനും എൻ്റെ കുടുംബം മൊത്തം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരുന്നു. എങ്കിലും ഈ പ്രത്യേക പ്രാർത്ഥന വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാർത്ഥന ഈശോയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൂട്ടായ്മ, ഈ ഏരിയയിലുള്ള എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അന്ന് വരുവാനായിട്ട് സാധിച്ചു. അത് ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ജോസഫ് കിഴക്കേടെ അച്ഛനാണ് ഇവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ വന്ന് ഇവിടെ നമ്മുടെ അടുത്തുള്ള പൂങ്കാവ് പള്ളി, തുമ്പോളിപ്പള്ളിയിൽ, കുമ്മാടിയിൽ, പാതിരപ്പള്ളിയിലൊക്കെ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വരും. അപ്പോൾ അന്ന് ഞങ്ങൾ അച്ഛനെ സഹായിക്കാനൊക്കെ പോകുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ സഹായിക്കുന്നത് ഗാന ശുശ്രൂഷയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു. അങ്ങനെ പാടി പിന്നെ അച്ഛനെ ഇടയ്ക്ക് ഒരു പാട്ട് പാടിയാൽ മതി. അന്നേരം ഗാന ശുശ്രൂഷ ധ്യാനത്തിനൊക്കെ അച്ഛൻ്റെ കൂടെ പോയി പാടാനായിട്ട് പോയിട്ടുണ്ട്. കൂടെ ഇന്ന് പ്രൈസാമർഷിപ്പ് നടത്താനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും അങ്ങനെ ആ കൂട്ടത്തിലേക്ക് അച്ഛൻ്റെ കൂടെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ജീസസ് യൂത്തിൻ്റെ ആരംഭത്തിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതല്ലേ? തീർച്ചയായും 85-ലാണ് ജീസസ് യൂത്ത് എന്ന പേരൊക്കെ ഉണ്ടാകുന്നത്. ഇത് അന്ന് യുവജനങ്ങളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ചായിരുന്നു. അന്ന് എല്ലാവരും ഒന്നിച്ചായിരുന്നു. അപ്പോൾ അത് കുട്ടികളാണെങ്കിലും യൂത്താണെങ്കിലും പ്രായമായവരാണെങ്കിലും ദമ്പതികളാണെങ്കിലും മിനിസ്ട്രികളൊന്നും ആയിട്ടില്ല. എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയോടെ എല്ലാവരെയും പരിഗണിക്കുന്ന, പ്രത്യേകം മാറ്റി നിർത്താത്ത, എന്നാൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു അന്ന്. ഈ നവീകരണ ധ്യാനം കൂടിയത് എന്നാണെന്ന് പറയാമോ? 82-ലാണ്. ഞാൻ അന്നാണ് 10ാം ക്ലാസ് എഴുതുന്നത്. 82-ലാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ ബന്ധം അതിന് മുമ്പേ ഉണ്ട്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ധ്യാനം വരുന്നത്. ധ്യാനം വന്നപ്പോൾ ഞാൻ പാതിരപ്പള്ളി പള്ളി വെച്ചാണ് ധ്യാനം കൂടുന്നത്. അച്ഛനൊരു ധ്യാനം കൂടി. അന്നൊരു ഭയങ്കര ഒരു പ്രത്യേക അനുഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണ്ട് ചെറുപ്പത്തിലെ കുറേ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴും ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കളിയാക്കി വരുമ്പോൾ എനിക്ക് എല്ലാവരുടെയും കൂട്ടത്തിൽ പോകാനായിട്ട് ഒത്തിരി അപകർഷതാബോധം. ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അപകർഷതാബോധം. ആരുടെയും 2 പേര് കൂടുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു. ആ സിറ്റുവേഷനിലാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടി കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഒത്തിരി ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കാനും, ഈ എന്തെല്ലാം പേടിയുണ്ടായിരുന്നു സ്റ്റേജിൽ ആൾക്കാരുടെ മുമ്പ് നിൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി നിൽക്കാനും ധൈര്യത്തോടെയും അവരുടെ ഫേസിൽ നിൽക്കാനൊക്കെ കർത്താവ് എനിക്ക് അവസരം തന്നു. ഈ ഭയങ്ങളെല്ലാം മാറി. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അന്നത്തെ ഈ ശുശ്രൂഷയ്ക്കൊക്കെ സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ശുശ്രൂഷയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് പോകുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളവിടെ അപ്പുറത്ത് ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾ പാട്ട് പാടാൻ അറിയാവുന്നത് കൊണ്ട് ചിറ്റപ്പനൊക്കെ പാടുമായിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ അന്ന് പാട്ടുകാരുടെ കൂട്ടത്തിൽ പോയി നിന്ന് പാടുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഗാനശുശ്രൂഷ ഈ ധ്യാനത്തിനിടയ്ക്ക് ഗാനശുശ്രൂഷ 1-2 പാട്ട് യേശുരക്ഷൻ്റെ ദൈവസ്നേഹത്തിൻ്റെയൊക്കെ പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു. ഓരോ ഇടയ്ക്ക് 1-2 പാട്ടൊക്കെ പാടും. പ്രൈസാമർഷം വരത്ത് അച്ഛനെ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുമായിരുന്നു? പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞങ്ങൾ നവീകരണത്തിൽ ഞങ്ങളൊരു 5-8 യുവജനങ്ങൾ ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വന്നത് 8-9 പേരുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു ടീമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ
ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റി തരുന്നൊരവസ്ഥ. ആൾക്കാർ ഒത്തിരി പേര് വരാൻ തുടങ്ങി. പള്ളിയിൽ 10, 300, 350 ഞങ്ങൾ പറഞ്ഞ കേൾക്കാത്തത്ര ആൾക്കാർ പൂങ്കാവള്ളിയിൽ നിറഞ്ഞു വന്ന സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇടവക നോട്ടമൊന്നുമില്ല. തുമ്പോളി ആയാലും പൂങ്കാവായാലും നമ്മുടെ ഈ അടുത്തുള്ള എല്ലാ പാതിരപ്പള്ളി ആയാലും പൂന്തോപ്പായാലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ പ്രാർത്ഥന വെച്ചപ്പോൾ ഞങ്ങൾ യുവജനങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുകയും എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു കൂട്ടായ്മ, എല്ലാം ഒരു കുടുംബം പോലെയായിരുന്നു. ഭയങ്കര സന്തോഷത്തിൻ്റെ അത് പരിശുദ്ധാത്മാവിൽ ഒരു പ്രത്യേക അഭിഷേകത്തിൻ്റെ ഒരേ ആത്മാവിൽ നിങ്ങൾ ഏകശരീരമാകുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആത്മാവിൽ ഒന്നിച്ച് വരുന്നൊരു ദൈവാനുഭവത്തിൻ്റെ സമയങ്ങളായിരുന്നു. പിന്നെ യൂത്ത് മിനിസ്ട്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടത് എങ്ങനെയാണ്? യൂത്ത് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണം ചേർത്തല ആലപ്പുഴ ഒരു സോണായിരുന്നു. അപ്പോഴേ നമുക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഒരു വൺ ഡേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ ഞങ്ങൾ GC യൂത്തിൽ ഞങ്ങൾ ഇങ്ങനെ മ്യൂസിക് മിനിസ്ട്രിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ജീസസ് യൂത്ത് 85-ലാണല്ലോ വരുന്നത്. GC യൂത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ പ്രാർത്ഥന വകുപ്പിൽ പോവുകയും ഈ വൺ ഡേ സെമിനാറിന് പോവുകയും അവിടെ ഞങ്ങൾ പിന്നെ അതിനകത്ത് അന്നേരം പാട്ട് പാടാനൊന്നുമില്ല. ഞങ്ങൾ പോയി ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുകയും പോവുകയും ആ കാര്യം പ്രോഗ്രാമിനെ സംബന്ധിക്കുകയൊക്കെ ചെയ്യാം. ചിറ്റപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഒരാക്റ്റീവായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും പോകുവാൻ. പിന്നീട് എങ്ങനെ സോണൽ പ്രവർത്തനങ്ങളായിട്ട് പിന്നീട് പിന്നെ ജീസസ് യൂത്ത് വരികയും ജീസസ് യൂത്തിൽ ഞങ്ങൾ പിന്നെ മ്യൂസിക് മിനിസ്ട്രിയിലാകുകയും മ്യൂസിക് മിനിസ്ട്രി വരുന്നപ്പം ഒരു ടീമുണ്ട്. അതിനു മുമ്പ് തന്നെ പാട്ട് പാടാനൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങളെ ഒന്നിച്ച് കൂട്ടുകയും അതുപോലെ തന്നെ ഈ മ്യൂസിക് മിനിസ്ട്രി വരുമ്പോൾ ഞങ്ങൾ പാട്ട് പാടാനായിട്ട് ആദ്യമായിട്ട് സണ്ണി സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ ആലപ്പുഴ കൺവെൻഷൻ എന്ന് പറഞ്ഞ് അവിടെ നടന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ പുള്ളി വന്ന് പിന്നെ സണ്ണി സ്റ്റീഫൻ വന്ന് എല്ലാവരും പാടിച്ചു നോക്കി. ടീം ഞങ്ങളവിടെ കൂടിയിട്ട് പാടിച്ചു നോക്കി. അന്ന് എനിക്ക് എപ്പോഴും ജലദോഷം മൂലം കൊണ്ട് മൂക്കിൻ്റെ ഒരു സ്വരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് പാടാൻ എടുത്തില്ല. അപ്പോൾ അവർ നമ്മുടെ 2 കൂട്ടുകാരെ എടുത്ത് ജോകുട്ടി സാബുവിനെ എടുത്ത് അവർ പാട്ട് പാടാൻ പോയി. അപ്പോൾ അവർ ടൈമിങ് വായിക്കണമായിരുന്നു. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻ്റാണ് അന്ന്. അപ്പോൾ ടൈം വായിക്കാൻ ഒരാൾ വേണം പറഞ്ഞു മണിയടിക്കാൻ. അപ്പോൾ അവരോട് ഞാൻ കൂട്ടുകാരനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു മ്യൂസിക് മിനിസ്ട്രിയിൽ ടൈമർ വായിക്കാനായിട്ട് പോയിരുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് മ്യൂസിക് മിനിസ്ട്രിയിൽ ആദ്യമായിട്ട് ഞാൻ കയറുന്നത്. അന്ന് ഈ സോണിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവായിട്ട് പുറമെ ശാന്തന, ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും അത് ഇടപെടത്തില്ല. എങ്കിലും എല്ലാ കാര്യത്തിലും ഉണ്ട്. പുറകെ നിന്ന് ഫ്രണ്ടിലൊന്നും വരാത്ത നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് മ്യൂസിക്കിലെ ആള് ഹീറോ ആയല്ലോ, അതെങ്ങനെയായി? അത് എല്ലാവരും തിരക്കുള്ള മനുഷ്യരായിരുന്നു. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിലും മ്യൂസിക് മിനിസ്ട്രിയിൽ ഇങ്ങനെ വന്ന് ഞങ്ങൾ പിന്നെ അതിനൊരു മ്യൂസിക് മിനിസ്ട്രി ഒന്നിച്ച് കൂട്ടണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് പാട്ട് പാടി എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എങ്കിലും ആർക്കും സമയമില്ലാത്തവരെല്ലാവരും പഠിക്കുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് സമയമില്ലായിരുന്നു. അപ്പോഴാണ് അന്ന് വന്ന കുറേ പേര് വീടുകളിലൊക്കെ ഉണ്ട്. അവർ കുറച്ച് പുന്നപ്പുറയും പറവൂരൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് അവൻ്റെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. അവൻ്റെ ചേട്ടനായിരുന്നു പാടിക്കുന്നത് സെബാസ്റ്റ്യൻ വന്ന് സെബാസ്റ്റ്യൻ ജോലി ബാംഗ്ലൂർ പോയപ്പോൾ പാട്ടുകാരുടെ കുറവ് വന്നു. അപ്പോൾ ജസ്റ്റിൻ ഒന്ന് കൊച്ചാണ്, അവൻ നിക്കറക്കിയിട്ട് നടക്കുകയായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവന് കൊച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് പാടാൻ. അങ്ങനെ ഞങ്ങൾക്ക് ടീം എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും ഒന്നിനും കിട്ടത്തില്ല, ഒരു കാര്യത്തിനും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓരോ ദിവസവും ഇവിടുന്ന് കയർ ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം 6:30 സൈക്കിളെ പറവൂര് പോകും. പറവൂര് പോയി ഒരാളുടെ വീട്ടിൽ പോയിരുന്ന് നമുക്ക് സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമിന് ഞങ്ങൾ പാടണം. അപ്പോൾ അതിന് ഞങ്ങൾ ഉത്തരവാദിത്തം ഫോൺ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടാനായിട്ട് പോവും. പിന്നെ അപ്പോൾ നമുക്കൊന്നിച്ച് ചെയ്യണം, അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ വിളിക്കും. അവരുടെ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ മാതാപിതാക്കന്മാരൊക്കെ നല്ല സഹകരണമാണ്. അവിടെ നിന്ന് അയാളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ വരും. അങ്ങനെ അവസാനത്തെ വീട്ടിൽ വരുന്ന എല്ലാവരും വന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് പ്രാർത്ഥിച്ച് ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് പോരും. ഇവിടെ വരുമ്പോൾ ഒരു 12 മണിയാവും. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. അങ്ങനെയാണ് സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാം. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു മുറി ഞങ്ങൾക്ക് അവിടെ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ സ്കൂളിൽ അവിടെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടും, പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ വന്നിട്ടിരുന്നത്. പിന്നീട് നവീകരണത്തിലൊക്കെ പിന്നെ വളർന്ന വഴികളൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പോഴിപ്പോൾ കപ്പിൾസിൻ്റെ ഏണ്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതെ. ആ റൂട്ട്, ആ വരവെന്ന് പറയാമോ? അങ്ങനെ ഈ മ്യൂസിക് മിനിസ്ട്രി നിൽക്കുമ്പോൾ തന്നെ ജീസസ് യൂത്തിൻ്റെ ജീസസ് യൂത്തിൻ്റെ പിന്നെ സർവീസ് ടീം രൂപപ്പെടുകയും ജീസസ് യൂത്ത് രൂപപ്പെട്ട് ക്രിസ്ത്യൻ രൂപപ്പെട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ കൂട്ടത്തിലുള്ളതും പിന്നെ ജീസസ് യൂത്തിൻ്റെ ടീമിലുള്ളതും. അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രി ധ്യാനിപ്പിക്കാൻ പോയാൽ ഞങ്ങൾ തന്നെ പാട്ടുകാർ. ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം IMSയിലാണ് എല്ലാ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് അവിടെ പിന്നെ ഡോക്ടർമാർ പഠിക്കുന്നത് കൊണ്ട് അവിടെ പിന്നെ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ധ്യാനിക്കാൻ വരും. കുറേ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് ധ്യാനം അവിടെ കൈതാമനപ്പള്ളി വെച്ച് നടത്തും. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ പോയി
പിന്നെ പാട്ട് പാടാനൊക്കെ പോകുന്നത് ഞാനാണ്. ഞാൻ പോയ വേട ദിവസം പകൽ വരാൻ ആരുമില്ല. അപ്പോൾ ഓരോ പാട്ടൊക്കെ പാടി ധ്യാനത്തിനിടയ്ക്ക് സഹായിക്കാൻ പോകും. അങ്ങനെ ഞങ്ങൾ സർവീസ് IMSC കൂടുമ്പോഴും പിന്നെ എല്ലാ മാസവും പിന്നെ GC യൂത്തിൻ്റെ സർവീസിനും കൂടുമ്പോഴും പിന്നെ മൂത്തവരുടെ സർവീസിനും കൂടുമ്പോഴും പിന്നെ വൺ ഡേ പ്രോഗ്രാം നടത്തുമ്പോഴും അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ മ്യൂസിക് മിനിസ്ട്രി ഉണ്ടാകണം, നന്നായി ശക്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൂടുമെങ്കിലും ശക്തമായ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നു. എല്ലാവർക്കും ആരെയും കിട്ടത്തില്ല, വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, എല്ലാവർക്കും വരാനൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരെ പോയി ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ട് എല്ലാവരും ഒന്നിച്ച് കൂടുകയും അതൊരു വലിയ ദൈവാനുഭവമായി. പിന്നെ ഓൾ കേരള പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇവിടുന്ന് പോയി. അപ്പോൾ ഞങ്ങൾ ഓൾ കേരള തലത്തിൽ റെക്സ് ബാൻഡ് രൂപപ്പെടുകയും അപ്പോൾ ആ രൂപപ്പെട്ട സമയത്ത് അവിടെ ആൻ്റണി മുരളിയാണിക്കലച്ചനാണ് അതിൻ്റെ ഇൻചാർജായിട്ട് നിന്ന്. അച്ഛൻ ഞങ്ങളുടെ ടീമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾക്ക് കീബോർഡ് വായിക്കുന്ന പയസ് നന്നായിട്ട് വായിക്കുമായിരുന്നു, ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കും, കുറേ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് അച്ഛന് ഇഷ്ടമായതുകൊണ്ട് ഇവിടുന്ന് റെക്സ് ബാൻഡിലേക്ക് പയസ് വായിക്കാൻ പോകുമായിരുന്നു. ചിലപ്പോൾ ഷാജിയോ ബോബിയോ അവരൊക്കെ പോകുമായിരുന്നു ഇതൊക്കെ ഡ്രം ബോക്സൊക്കെ വായിക്കാനായിട്ട്. അങ്ങനെ അവിടെ പോയി അച്ഛൻ പിന്നെ എല്ലാ മാസത്തെ ഒരു പ്രാവശ്യം ഞങ്ങളെ കാണാൻ ഇവിടെ വരും. അത് ഞങ്ങളൊരു നല്ല ഒരു ഓർക്കസ്ട്രയൊക്കെ ഇവിടെ രൂപീകരിച്ച് എമ്മാനുവൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു എമ്മാനുവൽ ഓർക്കസ്ട്ര രൂപീകരിച്ച് അച്ഛനാണ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. പാട്ടുകളെല്ലാം അച്ഛൻ പഠിപ്പിക്കും, ഞങ്ങൾ പാട്ട് പഠിക്കും, ഒന്നിച്ച് കൂടും. പ്രോഗ്രാമിന് മുമ്പ് ക്യാമ്പായിട്ട് കൂടുന്നത് ഒരാഴ്ചത്തെ ഫുൾ ടൈം പ്രാക്ടീസാണ്. അത് എൻ്റെ വീട്ടിൽ തന്നെയാണ് സൗണ്ടൊക്കെ എടുത്ത് വെച്ച് എല്ലാം എടുത്തിട്ട് ഒരാഴ്ചത്തെ പ്രാക്ടീസാണ്. ഫുഡെല്ലാം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് ഒരു കുടുംബം പോലെയാണ് വീട്ടിൽ വന്ന് കയറി. അപ്പച്ചനും അമ്മച്ചയൊക്കെ അതിന് ഒത്തിരി സഹായമായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിൽ എങ്ങനെയാണ് കർത്താവ് അത് കൊണ്ടുപോയത് നമുക്ക് അറിയാൻ പറ്റില്ല. അന്ന് ഇങ്ങനെ നിന്ന് പോയി നമ്മളായി ചെയ്തതായിട്ട് ഇപ്പോൾ ഒന്നും നമുക്ക് ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ഇതെങ്ങനെ നമ്മൾ ചെയ്തെന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി, അത് ആരാണെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ പോകത്തില്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് മിനിസ്ട്രി ആരംഭിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. കവൈസറിലായിരിക്കുമ്പോഴേ റെക്സ് ബാൻഡ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ആലപ്പുഴയിലെ ഇമ്മാനുവൽ ഓർക്കസ്ട്ര എന്നാണ് കേട്ടത്. അതെങ്ങനെ ക്രോഡീകരിക്കാൻ സാധിച്ചു? അത് ശരിക്കും കർത്താവിൻ്റെ വലിയ പരിപാടിയാണ്. ഈ നല്ല പാട്ടുകാരെ നമുക്ക് കർത്താവ് തന്നെല്ലാം നല്ല പാട്ടുകാരുണ്ടായിരുന്നു. നമുക്കൊരു 10-12 പാട്ടുകാരുണ്ടായിരുന്നു, ഫീമെയിലും മെയിലും കൂടെ. അവന് ഓർക്കസ്ട്ര വായിക്കാനുള്ള ഓരോരുത്തരെയും കർത്താവ് ഓരോ സമയത്ത് കൊണ്ടുവന്ന് ചേർക്കുകയായിരുന്നു. അവരാരും വലിയ പ്രതിഫലമൊന്നും മേടിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് നമുക്ക് ഫുഡ് കൊടുത്താൽ മതി അവർക്ക്. അവർ അങ്ങനെ സന്തോഷത്തോടെ വന്ന് ഒന്നിച്ച് കൂടി. ഞങ്ങൾ വീട്ടിലാണ് എല്ലാം ഒന്നിച്ച് കൂടി നമ്മുടെ ഡോക്ടർ തൈൽ സാറ് എന്നുവെച്ചാൽ അന്ന് സെൻറ്റ് ജോർജ് അമ്പലത്തിലായിരുന്നു, സാറായിരുന്നു എൻ്റെ ചാർജ് നടത്തിക്കൊണ്ടിരുന്നത്. സാറ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, ഒരു ധ്യാനത്തിന് ഞങ്ങളുടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നത് കേട്ടിട്ട് സാറ് വന്ന് ഞങ്ങൾക്കൊരു കീബോർഡൊക്കെ മേടിച്ച് തന്ന് സാറിൻ്റെ അവിടുത്തെ സെൻറ്റ് ജോർജ് ലോഡ്ജിലെ ഒരു മുറി ഞങ്ങൾക്ക് എല്ലാ ദിവസവും കൂടാനായിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്നിച്ച് കൂടി പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും കൂടുന്ന കൂട്ടായ്മയിൽ നിന്നാണ് പാട്ടുകളും ഇങ്ങനൊരു ഇമ്മാനുവൽ ഓർക്കസ്ട്ര നമുക്ക് രൂപപ്പെടുത്തണമെന്നും അങ്ങനെ പഴവങ്ങാടി പള്ളി വെച്ചൊരു പ്രോഗ്രാം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാവരും ഒത്തൊരുമയുടെ സാമ്പത്തികമൊക്കെ മുടക്കിയത് തൈൽ സാറാണ്. അന്ന് അതൊരു വലിയ ആനന്ദം, ഒരു ഭയങ്കര അഭിഷേകമായിരുന്നു. അത് ഉരുളക്കരച്ചിലൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പാടിയ ഒരു പാട്ട് ദൈവം നമ്മോട് കൂടെ. അതെ, അന്ന് പാടാവോ 4 വരി? തീർച്ചയായിട്ടും. ദൈവം നമ്മോടു കൂടെ യഹോവയാ, ദൈവം നമ്മോടു കൂടെ ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ യഹോവയാ, ദൈവം നമ്മോടു കൂടെ ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ. പിന്നീട് അങ്ങനെ ഈ എൽഡേഴ്സിന് ഇതുപോലെ വന്നു. ഇപ്പോൾ ഇവിടുത്തെ കപ്പിൾസ് മിനിസ്ട്രിയുടെ ഒക്കെ കാര്യങ്ങളെല്ലാം നോക്കുന്നു കൂടുതൽ. അതെ, ആ ലെവലിലേക്കുള്ള വളർച്ചയെന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ജീസസ് യൂത്തിൻ്റെ ആ ചെയ്യണമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ മുതിർന്നവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പോകുവാനും സർവീസ് ടീമിലേക്കൊക്കെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ സർവീസ് ടീമിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ സോണിലുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് പോകാനും ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കപ്പിൾസ് മിനിസ്ട്രി വന്നത്. അപ്പോൾ കപ്പിൾസ് മിനിസ്ട്രി വന്നപ്പോൾ ദമ്പതികളുടെ കൂട്ടായ്മ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഒരു കോർഡിനേറ്ററായ ഒരാളാണ്.
അപ്പോൾ കോർഡിനേറ്ററായി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കപ്പിൾസ് ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ നല്ല പിന്നെ 5ഉം 6ഉം കുടുംബങ്ങളുള്ള ഒന്നിച്ച് മാസത്തിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കൂടുന്ന ഒരു ടീം സെല്ലുകളുണ്ടായി. സെല്ലുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും അത് അവിടെ കുറേ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ നമ്മുടെ ഫൗണ്ടേഷൻ എന്നുവെച്ചാൽ വ്യക്തിപരമായ പ്രാർത്ഥന, ബൈബിൾ വായന, പിന്നെ കവദാശയ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ 5 സ്ഥായി ഘടകങ്ങളൊക്കെ പങ്കുവെച്ച് ഓരോ മാസവും എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, വചനം വായിക്കാൻ പറ്റുന്നുണ്ട്, കുമ്പസാരങ്ങൾ, കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പരസ്പരം കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്നു. അതൊരു വലിയ ഹൃദയ ഐക്യമുള്ള ആ 5 കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെയാണ്. അപ്പോൾ പരസ്പരം എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഓരോ വീട്ടിലെ കാര്യവും മറ്റേ ആൾക്കറിയാം, അവരുടെ പ്രയാസം ഇവർക്കറിയാം. അങ്ങനെ അതൊരു വലിയൊരു അഭിഷേകത്തിൻ്റെ സമയം. ആ കപ്പിൾസ് മിനിസ്ട്രിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും വർഷങ്ങളോളം ഇപ്പോഴും കപ്പിൾസ് മിനിസ്ട്രിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടവകയിൽ ഞങ്ങളുടെ അച്ഛൻ വന്ന് CFC കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കപ്പിൾസ് മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയും ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം മാർപ്പാപ്പ വിളിച്ചു കൂട്ടിയ ആദ്യ സമ്മേളനത്തിൽ അതിനകത്ത് CFCക്കാരുണ്ടായിരുന്നു, നിയോ കാറ്റിക് മിലിറ്ററി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, കരിസ്മാറ്റിക്കാണ് മുഖ്യമായിട്ടും എടുത്തത്. അതിലൊന്നാണ് ഈ CFC കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ്. അപ്പോൾ കപ്പിൾസ് ഫോർ ക്രൈസ്റ്റിന് എല്ലാ മാസവും ഫോർമേഷൻ ക്ലാസ്സുകളുണ്ട്. എല്ലാ ആഴ്ചയിലും ഒന്നിച്ച് കൂടും. ഒരു മാസത്തിൽ ഒരാഴ്ച എല്ലാവരുടെയും ഒരു ഗ്യാതറിംഗ് ഉണ്ട്. അത് ഒരു ടീച്ചിങ് നൈറ്റുണ്ട്, സർവീസ് ടീം മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡാണ്. പക്ഷെ അത് കൂട്ടായ്മയിൽ നന്നായിട്ട് വളരാനായിട്ട് ആൾക്കാർക്ക് കൂട്ടായ്മ നിലനിൽക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇടവകയുടെ പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ പോകുന്നു? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇടവക നവീകരണമാണ് നമ്മുടെ കരിസ്മാറ്റിക് നവീകരണം കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ വ്യക്തി നവീകരണം, ഇടവക നവീകരണം. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇടവകയില ആദ്യമേ നവീകരണത്തിൽ വന്നപ്പോൾ തന്നെ കാറ്റഗിസം ടീച്ചറായിട്ട് പോയി. അപ്പോൾ യാതൊരു പ്രതിഫലത്തിന് വേണ്ടിയല്ല, നമ്മൾ ഈശോയെ എല്ലാവരും അറിയിക്കുക. കുഞ്ഞുങ്ങളിലൊക്കെ ഈശോ ജനിക്കണം. ഈശോ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കാറ്റഗിസത്തിന് പോയ കുട്ടികൾക്ക് നമ്മൾ പാഠഭാഗം കൊടുക്കുന്നതിനേക്കാൾ അതിൻ്റെ കൂട്ടത്തിനേക്കാൾ ഉപരി യേശുവാണ് രക്ഷകനെന്നും യേശു മാത്രമാണ് ഈ ഭൂമി നമുക്ക് നേടേണ്ട ഒരാളെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അന്നുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് എന്ന് ജീവിക്കുന്നവനാണെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അന്ന് ഞങ്ങൾക്ക് സാധിച്ചായിരുന്നു. എത്ര വർഷം പഠിപ്പിച്ചു കാറ്റഗിസം? ഞാനൊരു 32 വർഷം പഠിപ്പിച്ചു. അതിനുശേഷം കപ്പിൾസ് മിനിസ്ട്രിയിലേക്ക് വരികയും അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ മോള് നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ അതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ സൺഡേ സ്കൂളിൽ. പൊതുവേ നിങ്ങളുടെ വികാരി അച്ഛൻ പറഞ്ഞത് ഇദ്ദേഹം ആനിമേറ്ററായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിനുശേഷം കേന്ദ്രസമിതി യൂണിറ്റ് ഭാരവാഹികളുടെ കൂട്ടത്തിൽ വരികയും അതിനുശേഷം ആനിമേറ്ററായിട്ട് എല്ലാ യൂണിറ്റുകളിലും വചനം വായിച്ചു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ വചനത്തെക്കുറിച്ച് സന്ദേശം നൽകണം ആനിമേറ്റർമാർ. അങ്ങനെ അച്ഛൻ അത് തിരഞ്ഞെടുക്കുകയാണ്. യൂണിറ്റ് ഭാരവാഹി ബ്ലോക്ക് തലത്തിലും എല്ലാ യൂണിറ്റുകളൊക്കെ പോയി ആനിമേറ്ററായിട്ട് ഞാൻ പിന്നെ കർത്താവ് സേവനം ചെയ്യാനായിട്ട് കൃപ നൽകി. ഇപ്പോഴും ആനിമേറ്ററായിട്ട് തന്നെ കർത്താവ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള കൃപ നൽകിയിട്ടുണ്ട്. എത്ര വർഷം ഈ ആനിമേറ്ററായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്? 10 വർഷം അതിൽ കൂടുതലായിട്ടുണ്ട്. 10 വർഷത്തിൽ കൂടുതലായിട്ട്. വാസ്തവത്തിൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറയുന്നത് വ്യക്തി നവീകരണത്തിലൂടെ, അതോടൊപ്പം തന്നെ കുടുംബ നവീകരണം, അതോടൊപ്പം സഭയുടെ നവീകരണം, അതിന് സഭയിലെ കാറ്റഗിസവും അതോടൊപ്പം തന്നെ ഇതുപോലെ യൂണിറ്റുകളിൽ ആനിമേറ്ററായിട്ടാണ് സുവിശേഷം പ്രഘോഷിക്കുവാനും കഴിയുന്ന അലക്സാണ്ടറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇദ്ദേഹത്തിൽ പ്രവർത്തിച്ചത്. ഇനി നമുക്ക് തൻ്റെ കുടുംബത്തിലെ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായും. അലക്സാണ്ടറിൻ്റെ കുടുംബമാണല്ലോ ഇതെല്ലാവരും, ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം അവരത്. എൻ്റെ ഭാര്യയാണ്, പേര് കൊച്ചു ത്രേസ്യ. ഇത് ഭാര്യയുടെ അമ്മച്ചിയാണ്. അത് ത്രേസ്യ. അത് മോനാണ്, മോൻ അനിൽ, അലക്സ്. 3 മക്കളാണുള്ളത്. ഇവൻ നടുക്കത്താണ്. മൂത്താളെ വിവാഹം കഴിച്ചു. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ ഇടവകയിലാണ് വെട്ടിച്ചിരിക്കുന്നത്, ആലപ്പുഴയിൽ തന്നെ. ഏറ്റവും ഫാർമസിക്ക് പഠിക്കുകയാണ്. അവൾ കാഞ്ഞിരപ്പള്ളിയിലാണ് ക്ലാസ്സുകളുണ്ട്, ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രംഗത്ത് എങ്ങനെയാണ് ഈ കൊച്ചു ത്രേസ്യ സഹായകമാണെന്ന് പറയാമോ? എൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും എവിടെ പോകുന്നെങ്കിലും കൊച്ചു ത്രേസ്യ അതിനുള്ള സപ്പോർട്ടാണ്. എവിടെ വേണമെങ്കിലും പോകാം. കർത്താവിൻ്റെ കാര്യത്തിന് കപ്പിൾസ് മിനിസ്ട്രിയിൽ പോയാലും പ്രാർത്ഥന വകുപ്പിൽ പോയാലും എനിക്ക് എവിടെ പോയി ശുശ്രൂഷ ചെയ്യണം, രാത്രിയൊക്കെ താമസിച്ച് വന്നാലും എപ്പോഴും ഭാര്യ എപ്പോഴും സപ്പോർട്ടാണ്. അപ്പോൾ എന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കാനും എന്നെ പ്രാർത്ഥനയിൽ എപ്പോഴും എന്നെ സഹായിക്കും. എൻ്റെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും അത് ഭംഗിയായി ശുശ്രൂഷ ചെയ്യാൻ ആവശ്യമായ പ്രാർത്ഥനാ സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ കപ്പിൾസ് മിനിസ്ട്രിയിൽ പോകുമ്പോൾ കുടുംബങ്ങളിലും സെല്ലുകളിലൊക്കെ പോകുമ്പോൾ കൂടെ ഉണ്ടാവും. ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയാസമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ
എപ്പോഴും ഞങ്ങൾക്ക് പണ്ട് കുറേ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പങ്കുവെച്ച് കൊടുക്കുവാനും അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ദൈവത്തിൻ്റെ പ്രത്യാശയിലേക്ക് വളർത്താനൊക്കെ അവൾ എന്നെ സഹായിക്കാറുണ്ട്. കൊച്ചു ത്രേസ്യ എങ്ങനെയാണ് ഈ ഭർത്താവിന് സപ്പോർട്ടാണെന്ന് പറയാമോ? ഹസ്ബൻഡ് എവിടെ പോയാലും പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പോലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് പോകുന്നത് കൊണ്ട്. പിന്നെ എവിടെ പോയാലും വീട്ടിൽ നിന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്, എവിടെ പോകുന്നതെങ്കിലുമൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവർ രണ്ടുപേരുടെയും ജീവിതം മോൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചെന്ന് പറയാമോ? സ്പിരിച്വൽ ലൈഫിൽ പ്രത്യേകിച്ച്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുകയും പിന്നെ എന്തുണ്ടെങ്കിലും ഇവർ ഷെയർ ചെയ്യുകയും ചെയ്യും. നമ്മളോട് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ പള്ളിയിൽ പോകാനും ഓൾട്ടർ ബോയ്സ് ആയിട്ടായാലും ഇപ്പോൾ നിലവിലെ ജീസസ് യൂത്തിലാണേലും ദൈവത്തിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും അവസരം കിട്ടുന്നുണ്ട്. പലപ്പോഴും നവീകരണത്തിൽ വന്നവരെ സാധാരണ ജീവിതബന്ധിയായിട്ട് പലതും കേൾക്കാറില്ല. പക്ഷേ അലക്സാണ്ടറിൻ്റെ ജീവിതത്തിലെ പലരുടെയും കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെയാണ് പറഞ്ഞത്. ഇതിന് സഹായകമായ വീട്ടിൽ മറ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയാമോ? തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ അമ്മമ്മ എല്ലാവരും ഡെയിലി മാസിന് പോകുന്നവരായിരുന്നു. അവർ ചെറുപ്പത്തിലേ പോകുന്നതും എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അവർ പള്ളിയിൽ പോയി വരുന്നതും രാവിലെ അപ്പാപ്പനൊരുങ്ങി പോകുന്നതും അമ്മാമ്മ പോകുന്നതും കുടുംബം അന്നേരം ഉണ്ടായിരുന്ന ചിറ്റപ്പന്മാർ അവരെല്ലാം പള്ളിയിൽ പോയി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയും എപ്പോഴും സജീവമായ പ്രാർത്ഥനയുടെ രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നാലും പ്രാർത്ഥന വളരെ സജീവമാണ്. അവരെല്ലാവരും പള്ളിയിൽ പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ തന്നെ ആത്മീയമായ ഒരു ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ നവീകരണത്തിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ കർത്താവിനെ അറിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു യേശു എന്നെ സ്നേഹിക്കുന്നൊരു അനുഭവം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ കർത്താവിനെ എല്ലാവരും അറിയണം, കർത്താവിനെ എല്ലാവർക്കും കൊടുക്കണം. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഒന്നാമത്തെ ആൾ കർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് കർത്താവിനെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പലരുടെയും ജീവിതത്തിലെ വിവാഹം കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു ഡീവിയേഷൻ വരാറുണ്ട്. അത് വരാത്ത രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെ കൊച്ചുരേസയുടെ ജീവിതത്തിലും എല്ലാവരും കുടുംബാന്തരീക്ഷത്തിൽ എനിക്ക് കിട്ടണമെന്ന് പറയാമോ? തീർച്ചയായിട്ടും കൊച്ചുരേസയുടെ വീട്ടിലാണെങ്കിലും അവർ എല്ലാ ദിവസവും അമ്മച്ചിയും അവർ പള്ളിയിൽ പോകുന്നതാണ്. കൊച്ചുരേസയ്ക്ക് അവർ 3 മക്കളാണ്. അമ്മച്ചിക്ക് 3 മക്കളാണ്. ഇവള് രണ്ടാമത്താണ്. മൂത്ത 2 ആങ്ങളമാരുണ്ട്. ഇളയ ആൾ വൈദികനാണ്, ഫാദർ ഡെന്നി ജോർജ്. ഇപ്പോൾ ഡൽഹിയിലാണ്, ഒരു മിഷൻ രൂപതയിലാണ്. ഇപ്പോൾ സാന്ത്വന മിഷൻ എന്ന അവർ മിഷനിൽ അവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി മിഷൻ പ്രവർത്തനവും കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഇടവകയിൽ കുറേ വൈദികരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സജീവമായി കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇന്ത്യ മൊത്തം പോകുന്ന ഒരു പ്രേക്ഷിത വേല അച്ഛൻ ചെയ്യുന്നുണ്ട്. ഒപ്പം അവരുടെ കുടുംബത്തിലും നേരത്തെ തന്നെ അമ്മച്ചിയൊക്കെ നന്നായി പ്രാർത്ഥിക്കുകയും നന്നായിട്ട് അധ്വാനിക്കുകയും അപ്പച്ചൻ 50 വയസ്സായപ്പോൾ തന്നെ അപ്പച്ചൻ മരിച്ചുപോയതാണ്. എന്നാലും പ്രാർത്ഥനയും അധ്വാനവും കൊണ്ട് ആ കുടുംബത്തെ കൊണ്ടുപോകാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചു. പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും അമ്മച്ചിക്ക് ഉണ്ടായിരുന്നത്. അതൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ ഇവിടെയും ചെറുപ്പത്തിൽ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തിന് ജീസസ് യൂത്തിൻ്റെ ധ്യാനത്തിന് പോവുകയും ജീസസ് യൂത്തിൻ്റെ ശുശ്രൂഷയിലൊക്കെ പോവുകയും ചെയ്തിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു കർത്താവ് ഞങ്ങളെ അങ്ങനെ ഒന്നിക്കാനായിട്ട് കർത്താവ് അനാദ്യം മുതലേ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് ഞങ്ങളെ വിളിച്ചോ എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ തമ്പുരാൻ എങ്ങനെ മഹത്വപ്പെടുന്നു എന്നാണ് അലക്സാണ്ടറിൻ്റെ പരിചയപ്പെടലിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത്. കുടുംബസമേതം ഇതിനെ സഹകരിച്ചതിന് ഗുഡ്നസ് ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മൾ അലക്സാണ്ടർ എന്ന സഹോദരൻ്റെ വളരെ ചെറുപ്പകാലത്തിലെ തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവും നാഥനുമായി കണ്ടുമുട്ടുവാനും വ്യക്തിപരമായ ഒരു ജീസസ് എക്സ്പീരിയൻസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന പല കഴിവുകളും വെളിച്ചത്തിലേക്ക് എങ്ങനെ വന്നു നമ്മൾ കണ്ടു. അതിനേക്കാൾ ഉപരിയായി സാധാരണ കുട്ടികളെപ്പോലെ തന്നെ അപകർഷതയുടെയും പലവിധത്തിലുള്ള നിഷേധാത്മക വികാരങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്ന ഈ മകൻ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവന് നൽകിയ സൗഖ്യം അനേക ശുശ്രൂഷ രംഗത്തേക്ക് എങ്ങനെ ഒരു മനുഷ്യനെ ഉയർത്താമോ അത് നമ്മൾ കേൾക്കുകയായിരുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു.
ഇതുപോലുള്ള അനേകരെ കർത്താവ് ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.